ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചെമ്മീൻ ഉലർത്തിയതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് 1 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നീട് മസാല തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കണം. നല്ലതുപോലെ മസാലയൊക്കെ ഈ ചെമ്മീനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 20 മിനിറ്റിന് ശേഷം ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിരുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഈ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തത്. അപ്പോൾ നമുക്കിത് 2 ബാച്ചായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് കൂടുതൽ നമ്മൾ മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 2 വശവും ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളറിൽ മൊരിയിച്ചെടുത്താൽ മാത്രം മതി. കൂടുതൽ ബ്രൗൺ ഷെയ്ഡ് ആക്കരുത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ഇത് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടമായാൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പ്രോൺസും കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ചെമ്മീൻ ഉലർത്തിയത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണിത്. ഇനി നിങ്ങൾ ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഞാനിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നപ്പോൾ 3 സവാളയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. സവാള നല്ലതുപോലെ വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് തക്കാളി ചേർക്കാം. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം.
ഇപ്പോൾ തക്കാളി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിവകകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഈ മസാലയിൽ അല്പം ഉപ്പ് കുറവുള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇടാം. ഇത് നല്ലതുപോലെ ഈ മസാലയുമായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ 5 മിനിറ്റ് കൂടി ഇത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉലർത്തിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.